പശ്ചിമേഷ്യൻ യുദ്ധപ്രതിസന്ധിയുടെ പ്രത്യാഘാതങ്ങൾ മറികടക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നിർണായകമായിട്ടുള്ള ആഹ്വാനം വന്നിരിക്കുകയാണ്. അമേരിക്ക ഇറാൻ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ ആഗോള വിതരണ ശൃംഖലയിൽ ഉണ്ടായിട്ടുള്ള തടസ്സങ്ങളും വിലക്കയറ്റവും ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെ ബാധിക്കുമ്പോൾ ജനങ്ങൾ മുണ്ടുമുറുക്കി ഉടുക്കണമെന്നാണ് വിശ്വഗുരു ആവശ്യപ്പെട്ടിരിക്കുന്നത്. വിദേശ നാണയ ശേഖരം സംരക്ഷിക്കുന്നതിന് വേണ്ടി 7 പ്രധാന നിർദ്ദേശങ്ങളാണ് അദ്ദേഹം മുന്നോട്ട് വെച്ചിട്ടുള്ളത്. പ്രധാനമന്ത്രിയുടെ ആദ്യഘട്ടത്തിലെ വിദേശ നാണയ ശേഖരം സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള ജനത്തോടുള്ള ആഹ്വാനം ഇനി പറയാൻ പോകുന്നതാണ്. അതിനുവേണ്ടി സ്വദേശി ഉൽപ്പന്നങ്ങൾക്ക് മുൻഗണന നൽകുക, അതായത് വിദേശ ഇറക്കുമതി ബ്രാൻഡുകളുടെ ഉപയോഗം പരമാവധി കുറയ്ക്കുക, പകരം ആഭ്യന്തര ഉൽപ്പന്നങ്ങളെ പ്രോത്സാഹിപ്പിക്കുക എന്നതാണ്. മറ്റൊന്ന്, ഇന്ധന സംരക്ഷണത്തിനും മറ്റുമായി യാത്രകളിൽ ലാഭമുണ്ടാക്കുക എന്നതാണ്. അതായത് യാത്രാ ചിലവ് കുറയ്ക്കുന്നതിന് വേണ്ടി വർക്ക് ഫ്രം ഹോമുകളും അതേപോലെ ഓൺലൈൻ മീറ്റിങ്ങുകൾക്കും പ്രാധാന്യം നൽകുക എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. കൃഷിയും ഊർജവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന കാര്യങ്ങളിൽ കൃഷിക്ക് വേണ്ടി ഡീസൽ പമ്പുകളിൽ നിന്ന് സൗരോർജ പമ്പുകളിലേക്ക് മാറുക എന്നതും രാസവളങ്ങൾക്ക് പകരം ജൈവ കൃഷിരീതികൾ പിന്തുടരുക എന്നതും നിർദ്ദേശത്തിലുണ്ട്. ആരോഗ്യത്തിലേക്കും പാചകത്തിലേക്കും വരികയാണെങ്കിൽ ഇറക്കുമതി ചിലവ് കുറയ്ക്കുന്നതിന് വേണ്ടി പാചക എണ്ണയുടെ ഉപയോഗം പരിമിതപ്പെടുത്തുക എന്നതും വിദേശ നാണ്യം ലാഭിക്കുന്നതിന് വേണ്ടി ഏകദേശം 1 വർഷത്തേക്ക് സ്വർണം വാങ്ങുന്നത് ഒഴിവാക്കുക എന്നതും ലിസ്റ്റിലുണ്ട്. പൊതുഗതാഗതത്തിലേക്ക് വരികയാണെങ്കിൽ കൂടുതൽ പൊതുഗതാഗത മാർഗങ്ങൾ ഉപയോഗിക്കാനാണ് അദ്ദേഹം നിർദ്ദേശിക്കുന്നത്. അതേപോലെ പെട്രോൾ ഡീസൽ വാഹനങ്ങൾക്ക് പകരം ഇലക്ട്രിക് വാഹനങ്ങൾ ഉപയോഗിക്കുക എന്നത് നിർദ്ദേശത്തിലുണ്ട്. മെട്രോ റെയിൽ, ട്രെയിൻ, അതേപോലെ തന്നെ കാർ പൂളിംഗ്, അതായത് ഒരു കാറിൽ ഒരേ റൂട്ടിലേക്ക് പോകുന്ന ആളുകൾ ഇന്ധനം ലാഭിക്കുന്നതിന് വേണ്ടി ഒരു കാർ യൂസ് ചെയ്ത് പോവുക എന്ന ഒരു ശീലം ഉണ്ടാക്കിയെടുക്കുക എന്നതും അദ്ദേഹത്തിന്റെ നിർദ്ദേശമാണ്. ടൂറിസം മേഖലയിലാണെങ്കിൽ വിദേശ യാത്രകൾക്ക് പകരം നമ്മുടെ ആഭ്യന്തര ടൂറിസത്തിനെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് നമ്മുടെ നാട്ടിൽ തന്നെ ടൂർ പോകാനാണ് അദ്ദേഹത്തിന്റെ മറ്റൊരു നിർദ്ദേശമുള്ളത്. പക്ഷേ ഈ നിർദ്ദേശങ്ങൾ തുടക്കത്തിൽ ഡോളറിന്റെ ആവശ്യകത കുറയ്ക്കുമെങ്കിലും രാജ്യത്തിന്റെ മൊത്തത്തിലുള്ള സാമ്പത്തിക വളർച്ചയെ അത് ദോഷകരമായി ബാധിച്ചേക്കാമെന്നാണ് വിലയിരുത്തലുകൾ. വിപണിയിൽ നിലവിൽ തന്നെ ബിസിനസ് വളരെയധികം മന്ദഗതിയിലാണ് പോകുന്നത്. ജനങ്ങൾ ഇനിയും വാങ്ങുന്നത് കുറയ്ക്കുകയാണ് എങ്കിൽ അത് വ്യവസായങ്ങളുടെ തകർച്ചയ്ക്കും തളർച്ചയ്ക്കും കാരണമാകും. ഇത്തരത്തിൽ ആഭ്യന്തര വിപണി തകരുമ്പോൾ വിദേശ നിക്ഷേപകർ ഇന്ത്യയിൽ പണമിറക്കാൻ മടിക്കുന്ന സാഹചര്യം ഉണ്ടാകും. എല്ലാം നാട്ടിൽ നിർമ്മിച്ചാൽ പോലെ സ്വദേശിവൽക്കരണം എന്നെല്ലാം നമ്മൾ ചിന്തിച്ചേക്കാം. എന്നാൽ അതൊന്നും ദീർഘകാലത്തേക്ക് പ്രായോഗികമല്ല. ഒന്ന് ആലോചിച്ച് നോക്കുക. ഭക്ഷ്യസുരക്ഷ നമുക്ക് ഉണ്ടെങ്കിലും കൃഷിക്ക് ആവശ്യമായ രാസവളം നിർമ്മിക്കുന്നതിന് വേണ്ട അസംസ്കൃത വസ്തുക്കൾ പലതും നമ്മൾ ഇറക്കുമതി ചെയ്യുന്നതാണ്. പല കുക്കിംഗ് ഓയിലുകളുടെയും സിംഹഭാഗവും ഉണ്ടാക്കുന്നതും കൊണ്ടുവരുന്നതും വിദേശ രാജ്യത്ത് നിന്നാണ്. പെട്ടെന്ന് ക്രൂഡ് ഓയിലിന് പകരമായി മറ്റൊരു ഊർജ സ്രോതസ് കണ്ടെത്തുക ഒട്ടും പ്രായോഗികവുമല്ല. ഇറക്കുമതി പെട്ടെന്ന് കുറയ്ക്കുന്നത് സമ്പദ് വ്യവസ്ഥയുടെ വേഗത കൂടുതൽ കുറയ്ക്കുകയേ ഉള്ളൂ. യുദ്ധ സാഹചര്യത്തിൽ ക്രൂഡ് ഓയിലിന്റെ വില കുതിച്ചു ഉയരുന്നതിന്റെ ഒപ്പം രൂപയുടെ മൂല്യം കൂടുതൽ ഇടിയുകയാണ്. നിലവിലെ സ്ഥിതിവിവര കണക്കുകൾ നോക്കുകയാണ് എങ്കിൽ നിലവിൽ 11 മാസത്തേക്കുള്ള വിദേശ നാണയ ശേഖരമാണ് ഇന്ത്യയുടെ പക്കലുള്ളത്. ഏകദേശം 70,300 കോടി രൂപ. ക്രൂഡ് ഓയിലിന്റെ വില കൂടിയതോടെ രാജ്യത്തെ എണ്ണ കമ്പനികൾക്ക് കഴിഞ്ഞ 10 ആഴ്ചയ്ക്കുള്ളിൽ ഏകദേശം 1 ലക്ഷം കോടി രൂപയുടെ നഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത്. നിലവിൽ 60 ദിവസത്തേക്കുള്ള അസംസ്കൃത എണ്ണയും പ്രകൃതിവാതകവും 45 ദിവസത്തേക്കുള്ള LPGയുമാണ് ഇന്ത്യയുടെ പക്കലുള്ളത്. സ്വർണം ഇറക്കുമതി തിരിവ് 6% നിന്ന് 12%-ലേക്കോ അല്ലെങ്കിൽ 15%-ലേക്കോ ഉയർത്താൻ സർക്കാർ ആലോചിക്കുന്നുമുണ്ട്. ഇപ്പോൾ തന്നെ ജുവല്ലറി മേഖലയിലും സ്റ്റോക്ക് മാർക്കറ്റിലും വലിയ പ്രത്യാഘാതങ്ങളാണ് ഈ ഒരു കാര്യം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. വെറും ലോക്ക്ഡൌണിന് സമാനമായ സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുന്നത് കൊണ്ടോ ഉപഭോഗം വെട്ടിക്കുറയ്ക്കുന്നത് കൊണ്ടോ ഒരു ശാശ്വത പരിഹാരം ഉണ്ടാകുന്നില്ല. പകരം ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കുകയും വ്യവസായ അന്തരീക്ഷം മെച്ചപ്പെടുത്തുകയും ചെയ്താലേ ഇന്ത്യക്ക് കയറ്റുമതി കൂട്ടിക്കൊണ്ട് ഡോളർ സമ്പാദിക്കാൻ സാധിക്കുകയുള്ളൂ. പുതിയ തൊഴിലവസരങ്ങൾ ഉണ്ടാകാത്തതും രൂപയുടെ മൂല്യത്തകർച്ചയൊക്കെ രാജ്യം നേരിടുന്ന വെല്ലുവിളിയാണ്. നോട്ട് നിരോധനം വഴി സമ്പദ് വ്യവസ്ഥയെ തകർത്ത സർക്കാർ സാധാരണക്കാരിൽ നിന്ന് GST ഈടാക്കി സമ്പന്നർക്ക് നികുതി ഇളവ് നൽകിയിരിക്കുകയായിരുന്നുവെന്നും ഭരണ പരാജയങ്ങൾ മറയ്ക്കാൻ ജനങ്ങളോട് അവരുടെ ജീവിതത്തിൽ ത്യാഗം ചെയ്യാൻ
ആവശ്യപ്പെടുകയും ചെയ്യുന്ന അത്ര നല്ല സാഹചര്യമല്ല ഇന്ത്യയിൽ ഉണ്ടാക്കാൻ പോകുന്നത്. പശ്ചിമേഷ്യയിലെ യുദ്ധം അവസാനിപ്പിക്കുവാനും മറ്റും നമ്മുടെ തന്നെ കേന്ദ്ര നേതൃത്വം മുൻകൈ എടുക്കേണ്ടത് അത്യാവശ്യമാണ്. അല്ലെങ്കിൽ ഇപ്പോഴുള്ള വിലക്കയറ്റത്തിലെ വലഞ്ഞിരിക്കുന്ന ജനതയ്ക്ക് മേലെയുള്ള ഇരുട്ടടികളായി മാറുമത്. അമേരിക്കയെ ഫ്രണ്ടും ഇറാനെ ഫാദർലാൻഡുമായി എല്ലാം കാണുന്ന രീതി വലിയ വിള്ളലുകളാണ് ഇന്ത്യയുടെയും ഇറാന്റെയും നയതന്ത്ര ബന്ധത്തിൽ ഉണ്ടാക്കിയിരിക്കുന്നത്. അതുമൂലം ഗവൺമെന്റിനുണ്ടായിട്ടുള്ള പരാജയവും കഴിവുകേടും ജനങ്ങളുടെ തലയിൽ കെട്ടിവെച്ച് തടിയുരാൻ ശ്രമിക്കുന്നത് വളരെ വലിയ സാമ്പത്തിക പ്രത്യാഘാതങ്ങളായിരിക്കും ഇന്ത്യയിൽ ഉണ്ടാക്കാൻ പോകുന്നത്.